വാട്ട്സപ്പ് ഗൈസ്, വെൽക്കം ടു ട്രൗൺസ് മോട്ടോ കോണ്ടൻറ്റ് ചാനൽ. നമ്മളിവിടെ വ്ളോഗ്സും എല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ സ്പെഷ്യലാണ്. ഇത് നമ്മളുടെ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓണർഷിപ്പ് റിവ്യൂ ആണ് എൻ്റെ സ്വന്തം ബൈക്കിൻ്റെ അപ്പാച്ചി 164. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിലോട്ട് കിടക്കാം. ഇത് വേറെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്, കാരണം യൂട്യൂബിൽ എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ കൂടിയാണ് ബൈക്കിൻ്റെ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് ബൈക്കിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ്. അപ്പോൾ ദിസ് ഇസ് റിയലി സ്പെഷ്യൽ ടു മീ. സോ ഇത് വാങ്ങിക്കാനുള്ളവർക്ക് ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ടും A to Z എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. വീഡിയോ കാണും, എൻജോയ് ചെയ്യും. ഓക്കെ, ബാക്ക് ടു ദ റിവ്യൂ. സോ ഗൈസ്, ഇതാണ് നമ്മളുടെ വണ്ടി അപ്പാച്ചി 164. ഒരു ബ്യൂട്ടിഫുൾ റേസിംഗ് റെഡ് കളറിലാണ്. മാർക്കറ്റിൽ വേറെ കളേഴ്സ് ഉണ്ട്, ബ്ലൂവും ബ്ലാക്ക് ഉണ്ട്, പക്ഷേ അത് രണ്ടും പോരാന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവിടെ കോഴികൾ തല്ലി പിടിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലാവട്ടെ. സോ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് റെഡ് കളറാണ്. എനിക്ക് ഉള്ള കളേഴ്സിൽ റെഡ് കളറാണ് ഹോണസ്റ്റ്ലി ഭയങ്കര ഇഷ്ടമായ. ബ്ലാക്കും ബ്ലൂ അത്ര പോരാ. ഇനി ഏതൊരു റിവ്യൂ തുടങ്ങുന്ന പോലെ നമുക്ക് വണ്ടിയുടെ ലുക്സ് വെച്ച് തന്നെ തുടങ്ങാം. മോനെ, വണ്ടിയുടെ ലുക്സ്, ഓൺ റോഡ് പ്രസൻസൊക്കെ അടിപൊളിയാണ്. ഒരു 160cc അണ്ടർ 1,76,000 ഒരു വണ്ടിക്ക് ഇത്ര ഒരു ലുക്സ് വേറൊരു വണ്ടി ഇല്ല ഇന്ത്യയിൽ തന്നെ. വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ബൈക്സാണത്. 160cc ക്ലാസ് എടുത്തോട്ടെ, എന്നാൽ 250cc ക്ലാസ് എടുത്താലും വൺ ഓഫ് ദ ബെസ്റ്റ് ലുക്കിംഗ് മോട്ടോർ സൈക്കിൾസാണ് ഈ RRൻ്റെയും RTR സീരീസിൻ്റെ വണ്ടികൾ. സോ നമുക്ക് ആദ്യം ഇതിൻ്റെ റീസൺസിൻ്റെ ഒരു ബ്രീഫ് ഞാൻ പറഞ്ഞുതരാം. വണ്ടി ഇത്ര അഗ്രസീവും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഫസ്റ്റ് സ്റ്റാൻസിൽ തന്നെ. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രെയിം ഉണ്ടല്ലോ, ഈ ഫ്രെയിം നമ്മളെ TVSൻ്റെ റേസ് പെക്ക് വണ്ടികളിൽ വരുന്ന ഫ്രെയിമാണ്. ഈ ഫ്രെയിമിൻ്റെ പേര് ഡുവൽ ക്രാഡിൽ സിങ്ക്രോ ഫ്രെയിം എന്നാണ്. അപ്പോൾ ഇവരിതെല്ലാം പ്രൊഡക്ഷൻ വെഹിക്കിൾസിനും കഴിഞ്ഞ വർഷം തൊട്ട് ആഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എല്ലാം RRും RTR സീരീസിനും പുതിയത് വരുന്നതൊക്കെ. സോ അതാണ് ഒരു റീസൺ. രണ്ടാമത് ഈ ഫ്യൂൽ ടാങ്കിൻ്റെ എക്സ്റ്റെൻഡ് ആയ ഷ്രൗഡ്സ് ഉണ്ടോ, ഈ എക്സ്റ്റെൻഡ് ആയ ഷ്രൗഡ്സ് നമുക്ക് ഈ നമ്മളുടെ സസ്പെൻഷൻ വേറെ വരുന്നുണ്ട്. സോ അത് ഭയങ്കര മീൻ ആൻഡ് അഗ്രസീവ് ലുക്കാന്ന് പറഞ്ഞാൽ ഒന്നത്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ ബാക്ക് സീറ്റിൻ്റെ ടെയിൽ ഏരിയ ഉണ്ടോ, ഇത് ലിഫ്റ്റഡ് ആണ് ഫ്രണ്ട് വെച്ച് നോക്കുമ്പോൾ. സോ അത് ഒരു റീസണാണ് ഈ വണ്ടിക്ക് അഗ്രസീവ് സ്റ്റാൻസും ആ ബ്യൂട്ടിനെസ്സും കൊടുക്കണേ. പിന്നെ ഫ്രണ്ട് സെക്ഷൻ, ഹെഡ് സെക്ഷൻ കണ്ടോ, ഹെഡ് സെക്ഷൻ ഭയങ്കര ടഗ്ഡിനാണ്. താഴേക്ക് ഒരു പുലിയൊക്കെ താഴേക്ക് നോക്കിയിരിക്കുന്ന പോലെ. പിന്നെ ഈ വണ്ടിയുടെ ഫ്യൂൾ ടാങ്ക് കണ്ടോ, ഈ എക്സ്റ്റൻഷൻ ഷൗഡും അതല്ലാണ്ട് ഇതിനെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു ഇറ്റാലിയൻ മോട്ടോർ സൈക്കിൾസിലൊക്കെ നമ്മൾ കാണുന്ന പോലെ, ഈ ഡുക്കാട്ടിയിലും ഇതിലൊക്കെ കാണുന്ന പോലെ ബ്യൂട്ടിഫുള്ളായിട്ട് ടാങ്ക് കാർവ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഒരു റീസണാണ്. ഈ കാവ്സ് കണ്ടോ, കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഈ കാർവിങ് കണ്ടോ, ഈ കാർവിങ്ങും വൺ ഓഫ് ദി റീസൺസാണ് ഈ വണ്ടിയുടെ ലുക്സ് ഇത്ര അടിപൊളിയാക്കണം. അതുമാത്രമല്ല, ഈ വണ്ടിയുടെ ബാക്ക് സെക്ഷൻ നോക്കിയാലും, ബാക്കിൻ്റെ ടെയിൽ സെക്ഷനിൽ ആ ടെയിൽ ലൈറ്റ് നോക്കിയാലും, ടയർ നോക്കിയാലും, എക്സോസ്റ്റ് നോക്കിയാലും, ഇവിടെ നിന്ന് നോക്കുമ്പോൾ ബൈക്കിൻ്റെ ടോട്ടൽ വ്യൂ കണ്ടാലും അങ്ങനെ തന്നെ തോന്നും. ഈ വണ്ടിയുടെ ലുക്സ് അത് കുറച്ചും കൂടി ബഫിയർ ആക്കും. അതുപോലെ നമ്മൾ കുറച്ചും കൂടി ഈ സൈഡിലൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ABS യൂണിറ്റ് കാണാൻ പറ്റും. വണ്ടിയുടെ ടയർ ഭയങ്കര ഫാറ്റ് ടയറാണ്. അതുപോലെ തന്നെ ബുൾപപ്പ് എക്സോസ്റ്റ് ഈ വർഷം അപ്ഡേറ്റ് ആയി വന്നത് ഭയങ്കര ബേസ് സൗണ്ട്. ഞാൻ ഓൺ ചെയ്ത് എല്ലാം വണ്ടിയുടെ കാണിച്ചു തരാം. അതുപോലെ തന്നെ റേഡിയേറ്റർ ഗാർഡ് ഭയങ്കര ഷാർപ്പ് മെനസിങ് ലുക്കാണ്. ഫ്രണ്ട് ടയർ അതുപോലെ തന്നെ മഡ് ഗാർഡും. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ടോട്ടലായിട്ടുള്ള ഈ റെഡും ഗോൾഡും ബ്ലാക്കുള്ള പെയിൻറ്റ് സ്കീം ഉണ്ടല്ലോ, വണ്ടീനെ കുറച്ചും കൂടി എൻഹാൻസ് ആക്കി നല്ല കുട്ടപ്പണായിട്ട് ഇരിക്കുന്നുണ്ട് വണ്ടി. സോ അതൊക്കെയാണ് ലുക്സ്. ഇനി നമുക്ക് വണ്ടിയുടെ ഫീച്ചേഴ്സിലോട്ട് പോകാം. ഫസ്റ്റ് നമുക്ക് TFT ഡിസ്പ്ലേ വെച്ച് തന്നെ തുടങ്ങാം. ഈ വർഷത്തെ വൺ ഓഫ് ദ മോസ്റ്റ് അട്രാക്റ്റീവ് പാക്കേജസിൽ വന്നതാണ് ഈ 5-inch TFT ഡിസ്പ്ലേ വണ്ടിയുടെ. അതെല്ലാം ഓൺ ചെയ്താൽ കാണിച്ചു തരാം. ഈ TFT ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും വണ്ടീനെ കുറിച്ച് എല്ലാം കിട്ടും. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഇൻവേർട്ടഡ് USD ഫോക്സ് ഉണ്ടല്ലോ. സ്റ്റിഫാണെങ്കിലും വണ്ടിയുടെ ഹാൻഡ്ലിങ്ങിന് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൊണ്ട് പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മളുടെ ഫ്രണ്ടിലും ബാക്കിലും 17-inch ട്യൂബ്ലെസ് ടയേഴ്സാണ്. പിന്നെ നമുക്ക് വരുന്നത് ഡ്യുവൽ ചാനൽ ABS ആണ് രണ്ടിലും വരുന്നത്. പിന്നെ സ്ലിപ്പർ ക്ലച്ച് ഉണ്ട്. അതുപോലെ തന്നെ ഗ്ലൈഡ് ത്രൂ ടെക്നോളജി ഉണ്ട്. അതുപോലെ തന്നെ റിയർ ലിഫ്റ്റ് ഓഫ് പ്രൊട്ടക്ഷൻ ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. അങ്ങനെ കുറേ ഒട്ടം ഫീച്ചേഴ്സായിട്ടാണ് ഈ വണ്ടി വരുന്നത്. ഞാൻ നല്ലോണം യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഒന്ന് GTTയും പിന്നെ റൈഡിങ് മോഡ്സാണ്. ഇതിൽ റൈഡിങ് മോഡ്സും വരുന്നുണ്ട്. സ്പോർട്ട് മോഡ് വരുന്നുണ്ട്, റെയിൻ മോഡ് വരുന്നുണ്ട്, അർബൻ മോഡ് വരുന്നുണ്ട്. അർബൻ മോഡിൽ കുറേ മൈലേജ് കിട്ടും. സ്പോർട്സ് മോഡിൽ അടിപൊളി ത്രോട്ടൽ റെസ്പോൺസ് ഉണ്ട്.
റെയിൻ മോഡിൽ കുറച്ച് ബാലൻസ്ഡ് ABSൻ്റെ ഇൻട്രൂഷനും അതൊക്കെ കൺട്രോളാവും. പിന്നെ അതുപോലെ തന്നെ ഗ്ലൈഡ് ത്രൂ ടെക്നോളജി ഈ സെക്ഷനിൽ, അതായത് ഈ ക്ലാസ്സിൽ ഒരു വണ്ടിക്കും ഗ്ലൈഡ് ത്രൂ ടെക്നോളജി ഇല്ല കേട്ടോ. അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് സപ്പോസ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ട്രാഫിക്കിൽ ഒരു പ്രാവശ്യം ക്ലച്ച് പിടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആക്സിലേറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല, വെറുതെ ക്ലച്ച് പതുക്കെ വിട്ടാൽ മതി. റൈറ്റ് ഹാൻഡ് നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നിങ്ങൾ ക്ലച്ച് വിടുന്നതനുസരിച്ച് വണ്ടി പോയിക്കൊണ്ടിരിക്കും. പിന്നെയും ക്ലച്ച് ഇങ്ങനെ പിടിക്കുമ്പോൾ വണ്ടി ഡിസെൻഗേജ് ആയിട്ട് സ്റ്റോപ്പിലോട്ട് വരും. വീണ്ടും ക്ലച്ച് വിടുമ്പോൾ വണ്ടി അങ്ങനെ തന്നെ ഫോർവേഡ് പോയിക്കൊണ്ടിരിക്കും. സോ ഇത് 3rd ഗിയറും 4th ഗിയറും 5th ഗിയറിലും വരെ സപ്പോർട്ടഡ് ആണ്. വണ്ടി ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. സോ അത്ര ടോർക്ക് ഉണ്ട് വണ്ടിക്ക്. സോ അത് വൺ ഓഫ് ദ നൈസ് ഫീച്ചേഴ്സാണ് എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ അതുപോലെ തന്നെ ഗ്രാബ് റെയിൽ ഭയങ്കര സ്റ്റേഡിയാണ്. ഈ ബാക്ക് ലൈറ്റ് എനിക്ക് ഇഷ്ടമായി, ബട്ട് എനിക്കിത് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ട്. എനിക്ക് ഈ ബാക്ക് സിഗ്നലിൻ്റെ ആ ഒരു മോഡൽ വരുന്നൊരു റെഡ് കളർ ബാക്ക് ലൈറ്റ് വെക്കണം എന്നുണ്ട് ബാക്കിൽ. നമുക്ക് നോക്കാം, എപ്പോഴെങ്കിലും മോഡിഫിക്കേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം എപ്പോഴെങ്കിലും. പിന്നെ അതുപോലെ തന്നെ ഫീച്ചേഴ്സ് വരുമ്പോൾ എക്സോസ്റ്റ് കുറച്ചും കൂടി ബൾക്കിയാണ്. പിന്നെ പിലിയൻ സീറ്റിന് നല്ല കംഫേർട്ട് ഉണ്ട്, ഒരു നല്ല ഗ്രിപ്പ്, ഒരു കാർബൺ സ്റ്റിച്ച് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും. അതുപോലെ തന്നെ ഫുഡ് പെക്സ് ഓട്ടോ ഫോൾഡബിളാണ്, റൈഡറിനും സെയിം ആണ്, ഫോൾഡബിളാണ് കൊടുത്താണ്. പിന്നെ 5 സ്പീഡ് ഗിയർ ബോക്സാണ് പറഞ്ഞത്. 6 സ്പീഡ് ആക്കായിരുന്നു. TVS ഇതുവരെ 6 സ്പീഡ് കൊടുത്തിട്ടില്ല RTR സീരീസിന്. സോ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷേ 6 സ്പീഡ് ആയാൽ കൊള്ളായിരുന്നു. ബട്ട് സ്റ്റിൽ അത് വണ്ടിയുടെ ടോട്ടൽ ഔട്ട്പുട്ടിനെ കോംപ്രമൈസ് ചെയ്യണില്ല. പിന്നെ നമുക്ക് വണ്ടിയുടെ ഫീൽ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഒരു റൈഡറിൻ്റെ ഫീലിംഗ് എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഇപ്പോൾ ഞാൻ വണ്ടിയിൽ കയറി ഇരുന്നിട്ടുണ്ട്. ഇതാണ് വണ്ടിയുടെ ലുക്ക്. താഴേന്ന് ഇങ്ങനെ കണ്ടോ, തൈസിന് നല്ലോണം ഗ്രിപ്പ് ചെയ്യാൻ ടാങ്കിൻ്റെ അവിടെ ഭയങ്കര സ്പേസ് ഉണ്ട്. സോ ഇത് കോർണറിങ്ങിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ വണ്ടി ഫ്ലിക്ക് ചെയ്യാനും ജസ്റ്റ് ഒരു തൈ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഓപ്പറേറ്റ് ചെയ്യാം. പിന്നെ ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ ഉണ്ടോ, സ്ട്രൈപ്സ് ഉണ്ടോ, വണ്ടിയുടെ സ്ട്രൈപ്സ് ആണെങ്കിലും ഈ ഫ്യൂൾ ടാങ്ക് സ്പോർട്ടി ഫീൽ വരും ഭയങ്കര ഇവിടെ ഇരിക്കുന്നവർക്ക്. അതുപോലെ തന്നെ ഈ RTR സീരീസിലും RR സീരീസിലും ഇപ്പോൾ 2025 തൊട്ട് ബാഡ്ജിങ് ഒക്കെ വരട്ടെ, ഭയങ്കര പ്രീമിയം ബാഡ്ജിങ് ആണ്, കാണാൻ നല്ല മീനി ലുക്കാണ്. അതുപോലെ TFT കൺസോളാണെങ്കിലും ഇതൊക്കെയാണ് വണ്ടിയുടെ കോക്പിറ്റ് ഫ്യൂൽ 160cc പോലെ എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രോപ്പർ 300-400cc സെഗ്മെൻറ്റ്സിലാണ് നമുക്ക് വണ്ടിയുടെ ലുക്കും ഇതൊക്കെ തോന്നാം. പിന്നെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ എൻജിൻ സ്റ്റാർട്ട് ബട്ടൺ, DRLs ഓൺ ചെയ്യണം, ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യണം. മോഡ് ഇവിടെയാണ് നമ്മൾ TFT ഡിസ്പ്ലേ ടോഗിൾ ചെയ്യണം. എൻജിൻ കിൽ സ്വിച്ച്, അതുപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ഉണ്ടോ, 3 സെറ്റിങ്സ് ഉണ്ട് ഇവിടെ, 3 സ്റ്റാർ പോലെ ഉണ്ടോ, അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് അത് വെച്ച് നമ്മളെ കൈ വെച്ച് അനുസരിച്ച് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുമ്പോൾ ഇവിടെ ഹൈ ബീമുണ്ട്, ലോ ബീമുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് നല്ല ഹാൻഡായിട്ട് കറക്റ്റ് റീച്ചിലാണ് എല്ലാം ഇരിക്കണേ. നല്ലൊരു ക്ലാസി ഹോണാണ്. ഞാൻ എല്ലാം ഓൺ ചെയ്യും, എല്ലാം കാണിച്ചു തരാം. ഇതാണ് സെലക്ട് ചെയ്യണം നമ്മൾ TFT മോഡിൽ. ഇത് ഓപ്പറേറ്റ് ചെയ്യാനും ഈ മോഡ് ബട്ടൺ ടോഗിൾ ചെയ്യാനും ഇത് സെലക്ഷന് വേണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ സ്ലിപ്പർ ക്ലച്ചാണ് വൺ ഓഫ് ദി മെയിൻ ഫീച്ചേഴ്സാണ്. സ്ലിപ്പർ ക്ലച്ച് മൾട്ടി പ്ലേറ്റുള്ള വെറ്റ് സ്ലിപ്പർ ക്ലച്ചാണ് നമ്മൾ ഈ വണ്ടിയിൽ ഉപയോഗിക്കണം. സോ ഗിയർ ഷിഫ്റ്റിങ്ങൊക്കെ ഭയങ്കര സീംലെസ്സും സ്മൂത്തുമാണ്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഓൺ ചെയ്യാം. ഓക്കെ, ഇതാണ് വണ്ടിയുടെ കീ. നമുക്ക് അപ്പാച്ചി സീരീസ് വാങ്ങുമ്പോൾ ഒരു ഗിഫ്റ്റ് കിട്ടും. ആ ഗിഫ്റ്റിൽ കിട്ടിയ കീ ചെയിനും ഒരു ആർട്ടിഫിഷ്യൽ ലെതർ വെച്ചിട്ട് ഒരു കപ്പും കിട്ടും, ഒരു കോഫി കപ്പും കിട്ടും. നല്ല രസമാണ്, ബ്ലാക്ക് കളറിൽ കാണിച്ചു തരാം. പിന്നെ ഇതാണ് കീ. 160cc നല്ല ഡീസൻറ്റ് ലുക്കാണ്. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓൺ ചെയ്യാം. കോഴികൾ തല്ലി പിടിക്കുന്നത് നിർത്തണല്ലോ കേട്ടോ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി വണ്ടി നല്ല പ്രീമിയം ഫീലാണ്. വണ്ടി തിരിക്കണു, ആ ആനിമേഷൻ കണ്ടോ, TVS റേസിംഗ്, അടിപൊളി റേസിംഗ് ആണ്. ഈ ഫ്ലിക്കർ ശ്രദ്ധിക്കേണ്ട, ഇത് FPS കാരണമാണ് വരുന്നത്. അതിൻ്റെ FPSും ക്യാമറയുടെ FPSും ക്യാപ്ചറിൻ്റെ FPSും വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ആ ഫ്ലിക്കർ വരുന്നത്. ശരിക്കും ലൈഫ് ഫ്ലിക്കറാണല്ലോ. സോ ഇതാണ് ബേസിക് TFT കൺസോള്. നമുക്ക് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, സ്പീഡോമീറ്റർ ഉണ്ട്, ട്രാക്ഷൻ ഓൺ ഓഫ് ചെയ്യാം. നമ്മൾ ലോഞ്ചിൻ്റെ 0 to 60 ഹയസ്റ്റ് ടൈമിങ്ങോട്ട് റെക്കോർഡായിരിക്കും, ആവറേജ് സ്പീഡ് റെക്കോർഡാവും, ട്രിപ്പ് ഡിസ്റ്റൻസ് റെക്കോർഡാവും. പിന്നെ ഇവിടുന്ന് ടോഗിൾ ചെയ്യണമെങ്കിൽ ഈ മോഡ് ബട്ടണിനെ ലോങ് പ്രസ് ചെയ്താൽ മതി. ലോങ് പ്രസ് ചെയ്യുമ്പോഴേക്കും ഇവിടെ ഉണ്ട് ബ്ലൂ കളർ തെങ്ങി വന്നിട്ടുണ്ടോ. സോ ഇവിടുന്ന് നമുക്ക് ഇവിടുത്തെ I ബട്ടൺ ഉപയോഗിച്ചിട്ട് ഇവിടെ നമുക്ക് ടോഗിൾ ചെയ്യാൻ പറ്റും. കണ്ടോ, ട്രാക്ഷൻ ഓണായി. ഓട്ടോ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് ഈ വൈറ്റ് കളറും ബ്ലാക്ക് കളറായിട്ട് സ്വിച്ച് ആവും ഈ ബാക്ക്ഗ്രൗണ്ട് രാത്രിയും പകലാകുമ്പോൾ.
ഇങ്ങനെയൊക്കെ സ്വിച്ച് ചെയ്യാം. ലോങ് പ്രസ് ചെയ്യുമ്പോൾ ആ ഓപ്ഷൻ സെലക്ട് ആയിരിക്കും. അതുപോലെ തന്നെ അടുത്ത മോഡ് ബട്ടൺ നമ്മൾ നിൽക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ടോഗിൾ ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നമ്മൾ ഓഡോമീറ്ററിൻ്റെ അവിടെ എത്തിയിട്ട് ഐ ബട്ടൺ നിൽക്കുമ്പോൾ ഉണ്ടോ ട്രിപ്പ് ഡിസ്റ്റൻസ് അടുത്ത ട്രിപ്പ് ബി. അതുപോലെ തന്നെ ഓഡോമീറ്ററിൻ്റെ കംപ്ലീറ്റ് ഡിസ്റ്റൻസ് വരുന്നത് 1757.3 കിലോമീറ്റേഴ്സാണ്. ഇത് ഞാൻ റിവ്യൂ ഇടുമ്പോഴേക്കും 2000 കിലോമീറ്റർ എന്തായാലും ആയിട്ടുണ്ടാവും. സോ ആ ഒരു ഇതിലാണ് ഞാൻ വണ്ടി ഇത് ചെയ്യാൻ പോണത്. 2000 കിലോമീറ്റേഴ്സിൻ്റെ റിവ്യൂ ആണിത് പ്രോപ്പർ. സോ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കുക ഓരോ കാര്യങ്ങൾ. സോ ഇതാണ് ലൈറ്റിങ്സ്, ABSൻ്റെ ബ്ലിങ്കിങ്, ABS ലൈറ്റാണിത്. അതുപോലെ തന്നെ പെട്രോളിൻ്റെ, പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഓണോ ട്രാക്ഷൻ ഓഫ് ആകുമ്പോൾ വരുന്ന ലൈറ്റിംഗ് ആണിത്. ഇത് നമുക്ക് ഇവിടെ നിന്ന് ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റർ ഉണ്ട് ഇവിടെ എഞ്ചിൻ്റെ. അതുപോലെ തന്നെ ഫ്യൂൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ ഇതിൽ റൈഡിങ് മോഡ്സ് മാറ്റുന്നത് സിമ്പിളാണ്. നമ്മൾ വണ്ടി ഓടിക്കൊണ്ടാണെങ്കിലും ജസ്റ്റ് നമ്മളുടെ ആക്സലറേഷൻ കട്ട് ഓഫ് ചെയ്തിട്ട് ആ മോഡൊന്ന് ജസ്റ്റ് നിൽക്കിയാൽ മതി. നമുക്കിവിടെ മോഡ് മാറുന്നത് ഇപ്പോൾ സ്പോർട്ട് മോഡല്ലേ, ഞാൻ മോഡ് വേർഷൻ നിൽക്കി കണ്ടോ, റെയിൻ മോഡായി. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടി നിൽക്കുമ്പോൾ അർബൻ മോഡായി. ഈ 3 കളേഴ്സ് ഉണ്ട്. അർബനിന് ബ്ലൂ ആണ്, അതുപോലെ തന്നെ സ്പോർട്ടിന് റെഡും റെയിനും കുറച്ചും കൂടി ലൈറ്റ് ബ്ലൂ ആണ്, വാട്ടറി ബ്ലൂ ആണ്. നമുക്ക് ഓൺ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ സ്പോർട്ട് മോഡിലിട്ട് ഒന്ന് ഓൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, റെഡി. എൻജിൻ ഗിൽ സ്വിച്ച് മാറ്റി ഉണ്ടോ, ആ സൗണ്ട് കണ്ടോ, ആ സൗണ്ട് തന്നെ ഓണാവണൊരു വലിയ എന്തോ വണ്ടി ഓണോ ഒരു എഫക്റ്റ് കിട്ടും. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതാണ് വണ്ടിയുടെ സൗണ്ട്. നമുക്കൊന്ന് എക്സോസ്റ്റ് സൗണ്ട് ഒന്ന് കേൾക്കാം. ഞാൻ പറഞ്ഞ ഈ ലൈറ്റില്ലേ, ഈ ലൈറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. എനിക്കിത് ബാറ്റ്മാൻ്റെ സിഗ്നൽ ലൈറ്റ് മാറ്റണം, അടിപൊളിയായിരിക്കും. പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ താഴെയും ഒരു ലൈറ്റ് ഉണ്ട് കണ്ടോ, രാത്രി സമയത്ത്. നമുക്ക് വേണ്ടിയില്ല, പോലീസിന് വേണ്ടിയാണ്, അത് വേറെ. സോ ഇതാണ് എക്സോസ്റ്റ് സൗണ്ട്. ഇതാണ്. ഞാൻ ഫുൾ ആക്സിലേറ്റർ കൊടുത്തു നോക്കി കാണിച്ചു തരാം. സൗണ്ട് കേട്ടോളൂ. സോ ഇതാണ് വണ്ടിയുടെ എക്സോസ്റ്റ്. ഞാൻ എൻജിൻ ഓഫ് ആയിട്ട്. സോ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എൻജിൻ ഭയങ്കര സ്മൂത്താണ്, ഭയങ്കര റിലയബിളാണ്. ഞാൻ ഇത്ര കിലോമീറ്റർ ഓടിച്ചിട്ട് ഭയങ്കര ഓപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു എൻജിനാണ്. ഭയങ്കര സ്മൂത്തുമാണ്. ഹൈ സ്പീഡ്സിൽ ക്രൂസിങ്ങിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ TFT ഡിസ്പ്ലേയിൽ നമുക്ക് കുറച്ചും കൂടി വരാണെങ്കിൽ ഇനി നമുക്ക് ഹോൺ കേട്ടില്ലല്ലോ. സോ ഇതാണ് പാസ് ലൈറ്റ്. ഹൈ ബീമും ലോ ബീം ഇട്ടിട്ട് പാസ് അടിച്ചാൽ നല്ല ബ്രൈറ്റാണ്. അതുപോലെ തന്നെ ഇതാണ് ഹോൺ. അത്യാവശ്യം ക്ലാസി ഹോണാണ്. ഞാൻ ഒന്ന് അടിച്ച് കാണിച്ചു തരാം, കേട്ടോളൂ. സോ അതാണ് ഹോൺ. നല്ല സൗണ്ട് ക്വാളിറ്റിയുള്ള ഹോണാണ്. ഇനി ഫ്രണ്ട് ലുക്ക് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. സോ ഇതാണ് ഫ്രണ്ട് ലുക്ക്. DRLs ഉണ്ട്. എന്ത് ബ്രൈറ്റാണെന്ന് അറിയാമോ, 3 മണിയായിട്ടുള്ളൂ ഉച്ചയ്ക്ക്. സ്റ്റിൽ ഓക്കെ, എന്ത് ബ്രൈറ്റാണ്. സോ ഈ ബ്രൈറ്റ്നസ് കുറിച്ച് പറഞ്ഞാൽ ഈ ലൈറ്റും കൂടി ഓണായി വരുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് ഷേപ്പ് മാറി കിട്ടും, ഭയങ്കര അഗ്രസീവ് സ്റ്റാൻസിലോട്ട് വരും. സോ ഇതാണ് വൺ ഓഫ് ദി റീസൺസ്. പിന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഹൈവേ റൈഡിങ് നല്ലോണം ചെയ്യുന്ന ആൾക്കാർ, നൈറ്റ് ടൈം പ്രത്യേകിച്ച്. സോ എനിക്ക് എന്തായാലും അടിപൊളി ലൈറ്റ് വേണം. ഫോഗ് ലൈറ്റ് അല്ലാണ്ട് ഈ ലൈറ്റ് തന്നെ എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാം. അത്യാവശ്യം നല്ല ത്രോ ഉണ്ട്. 250cc വണ്ടിയിൽ പോലും ഇത്ര ത്രോ ഇല്ല. സോ നിങ്ങൾക്ക് ലൈറ്റിംഗ് മെയിൻ ഇമ്പോർട്ടൻസ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, വണ്ടി വാങ്ങിച്ചോ. ഓക്കെ, സോ അതാണ് ഒരു ബേസിക് ഫീച്ചേഴ്സിൻ്റെ റിവ്യൂ. പിന്നെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ സസ്പെൻഷനിൽ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതെന്താ കാരണം എന്ന് വെച്ചാൽ സസ്പെൻഷൻ ഇതിൽ കുറച്ച് സ്റ്റിഫർ സൈഡാണ്. അതായത് റേസ് ട്രാക്ക് അല്ലെങ്കിലും ഹാൻഡ്ലിങ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള സസ്പെൻഷൻ സെറ്റപ്പാണ്. അത് നമുക്ക് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്റ്റിൽ ഇതൊരു സ്റ്റിഫർ സൈഡാണ്. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ സറൗണ്ടിങ്സൊക്കെ ഭയങ്കര ബമ്പി റോഡ്സ് ആണെങ്കിൽ ഞാൻ ഈ സസ്പെൻഷൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം അത് ഇച്ചിരി എക്സ്പീരിയൻസ് ഒക്കെ കളക്ഷൻ. പക്ഷേ നിങ്ങൾ ഹൈവേ ആണ് കുറച്ചും കൂടി കൂടുതൽ ഞാനിപ്പോൾ ചെയ്യുന്നത് 50% ഹൈവേയും 50% സിറ്റിയാണ്. സോ എനിക്ക് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും ഈ സസ്പെൻഷൻ വെച്ചിട്ട്. ബട്ട് ഈ സസ്പെൻഷൻ കാരണം ഈ വണ്ടിയുടെ കോർണറിങ്, ഞാൻ ഈ അടുത്ത് അതിരപ്പള്ളിയിൽ ഒന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു വണ്ടി. അവിടെ കുറേ കോർണേഴ്സ് ഉണ്ട്, എല്ലാവർക്കും അറിയാം. ഒരു 50-60 കിലോമീറ്റർ സ്പീഡിൽ പോലും നൈസായിട്ട് കോർണർ ചെയ്ത് എടുക്കാം ഈ വണ്ടിയുടെ സസ്പെൻഷനും ഈ ഫ്രെയിം കാരണം. സോ ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണ് ആ സസ്പെൻഷൻ എടുത്തിട്ട്. സോ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ കുറച്ചും കൂടി ഫണ്ട്സ് ഒന്ന് കൊടുത്തിട്ട് ഈ RTX 300 അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് ടൂറിങ് വെർഷൻ അത് വാങ്ങും. ഓക്കെ, അത് അടിപൊളി വണ്ടിയാണ്. കുറേ പേരൊക്കെ നല്ല അഭിപ്രായമാണ്. ഉടനെ ഈ ചാനലിൽ റിവ്യൂ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ, സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഫസ്റ്റ് വീഡിയോ ആണ്, അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കാം. സോ പിന്നെ നമുക്കിവിടെ ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ കാണാം വണ്ടിയുടെ.
സോ ഇതൊക്കെയാണ് വണ്ടിയുടെ നോർമൽ സെൻ. ഇനി നമുക്ക് എൻജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻജിൻ ഒരു 159.7 cc 4-stroke സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് എൻജിനാണ്. പിന്നെ ഭയങ്കരമായിട്ട് ഓപ്റ്റിമൈസ്ഡാണ്. ടി വി എസിൻ്റെ അപ്പാച്ചി പണ്ട് തൊട്ടുള്ളതാണ്. ഇതുവരെ ഒരു ഓരോ 5 വർഷമാകുമ്പോൾ അവർ ഇമ്പ്രൂവ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ ഫൈനൽ വേർഷനിലോട്ട് എൻജിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര സ്മൂത്ത് ഡെലിവറിയും പോളിഷ്ഡ് എൻജിനാണ്. സോ നിങ്ങൾക്ക് ടി വി എസിൻ്റെ റിലയബിലിറ്റി അറിയാം, വിശ്വസിക്കാം. സോ ഗസ്, ഇനി എല്ലാവരുടെയും ക്വസ്റ്റ്യൻ വരുന്നത് നമ്മൾ റൈഡ് ക്വാളിറ്റി ഇല്ലല്ലേ. റൈഡ് ക്വാളിറ്റിയിൽ ഞാൻ ഒരു ഓണർഷിപ്പ് രൂപയായിട്ട് തന്നെ വിശ്വസിക്കൂ. ഓക്കെ, ഞാൻ ഡെയിലി 70 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന ആളാണ്. സോ എനിക്ക് റൈഡ് ക്വാളിറ്റി എനിക്ക് വൃത്തിക്ക് പറയാൻ പറ്റും. അതിലെൻ്റെ 60% ഹൈവേ ആണ്, 30% അതിൽ ഗുഡ് റോഡ്സാണ്, ബാക്കി 20 കുറച്ച് ശതമാനമൊക്കെ ഇച്ചിരി പൊട്ട റോഡുകളാണ്. സോ അവിടെ ഞാൻ സസ്പെൻഷനിൽ കോംപ്രമൈസും തയ്യാറാണ്, കാരണം എനിക്ക് കുഴപ്പമില്ല. വണ്ടിയുടെ റൈഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഹാൻഡ്ലിംഗ് ഒക്കെ സ്മൂത്താണ്. സോ കോർണറൊക്കെ എടുക്കുമ്പോൾ അറിയ പോലില്ല. ശരിക്കും എനിക്ക് കോർണറിങ്ങിൽ കോൺഫിഡൻസ് ഇല്ലാത്ത ആളാണ്. പക്ഷേ ഈ വണ്ടി വാങ്ങിച്ചിട്ട് ഇതുവരെ ഒരു കോർണറിൽ പോലും എൻ്റെ കോൺഫിഡൻസ് പോയിട്ടില്ല. അത് ഈ ടയേഴ്സും ഇത് കാരണമാണ്. പിന്നെ ടയേഴ്സിൻ്റെ ഞാൻ പറയാം, ഇത് 130/70 സെക്ഷൻ ടയറാണ്, റേഡിയൽ ടയറാണ്. അത്യാവശ്യം അടിപൊളി ഗ്രിപ്പുണ്ട്. സൂം ടയേഴ്സാണ് വരുന്നത്. നമ്മളുടെ ഇതാരുടെ ആയിരുന്നു? യെസ്, നമ്മുടെ C8ൻ്റെ സൂം ടയേഴ്സാണ് വരുന്നത്. 130/70 സെക്ഷൻ്റെ ആണ്. ഗുഡ് ടയറാണ്, ഒരു കംപ്ലയിൻ്റ് ഇല്ല. ഫ്രണ്ടിൽ വരുന്നത് 90/90 സെക്ഷൻ ടയറാണ്. ടയർ ഈ വണ്ടിയുടെ ലുക്സ് കുറച്ചും കൂടി ചെറുതാക്കും, പക്ഷേ കുഴപ്പമില്ല. അവിടെ ടി വി എസ് കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ട് വണ്ടീനെ ഒന്ന് അഗ്രസീവായിട്ട് പ്രൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു കുഴപ്പമില്ല. നോർമൽ യൂസിന് ഈ ടയർ കൊണ്ടും ഒരു കുഴപ്പമില്ല. പിന്നെയും ഭയങ്കര ബാഡ് റോഡ്സൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചിലവർക്കൊക്കെ കോൺഫിഡൻസ് കുറവ് തോന്നിയെന്ന് വരും. പക്ഷേ നോർമൽ ഡേ ടു ഡേയ്സ് ഹൈവേയിലാണെങ്കിലും എവിടെ പോകണമെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഞാനിത് 1 ഇയർ കഴിഞ്ഞിട്ട് ഇത് ഞാൻ 100/90 സെക്ഷൻ ആക്കിയിരിക്കും. കാരണം അത് കുറച്ചും കൂടി വണ്ടിയുടെ ലുക്സ് ഒന്ന് എൻഹാൻസ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ബീഫർ ലുക്ക് വരും, ബെറ്റർ ഹാൻഡ്ലിങ്ങും തരും. സോ അതാണ് എൻ്റെ പ്ലാൻ. സോ ടയർ നിങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് ഈ ഫ്രണ്ട് ടയറിൻ്റെ ലൈഫ് കഴിയാറാകുമ്പോൾ പുതിയ ടയർ എടുത്തിട്ട് സെക്ഷൻ കൂട്ടിയിട്ട് ഇടാം, അത്രേ ഉള്ളൂ. ഇനി റൈഡ് ക്വാളിറ്റി, ഞാൻ ഇതിൽ ടോപ്പ് സ്പീഡ് ടച്ച് ചെയ്ത് 115 km/h. അത് പക്ഷേ അർബണിലായിരുന്നു. സ്പോർട്ടിൽ കുറച്ചും കൂടി ഇത് പോവും. എനിക്ക് പോകാൻ അങ്ങനത്തെ ഒരു അവസരം കിട്ടിയിട്ടില്ല. ഞാനൊരു ഹൈവേയിൽ സ്ട്രെച്ച് കിട്ടിയപ്പോൾ പോയതാണ്. സോ 115 ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ഞാൻ ടച്ച് ചെയ്തിട്ടുണ്ട്. ഏത് അർബൺ മോഡിൽ. സ്പോർട്സ് മോഡിൽ ഇത് കുറച്ചും കൂടി 120 എന്തായാലും ടച്ച് ആവേണ്ടതാണ്. സോ അത് ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എപ്പോഴെങ്കിലും സ്ട്രെച്ച് കിട്ടുമ്പോൾ. പിന്നെ നമുക്കിതിൽ മൈലേജ്, ഇതാണ് മൈലേജ് ഇന്ന് ടെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ മുകളിൽ മൈലേജ് നമ്പർ ഇടുന്നുണ്ടാവും, അതാണ് മൈലേജ്. അർബണിൽ മൈലേജ് കൂടുതൽ കിട്ടും. സ്പോർട്സിൽ ഓബിയസ്ലി മൈലേജ് ഒരു 2-3 കിലോമീറ്റർ ഡ്രോപ്പ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഞാൻ ഇന്നൊരു 40+ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എത്ര വരെയെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഇടണ്ടാവും മൈലേജിൻ്റെ നമ്പർ, ഈ ഒരു ഭാഗത്ത് ഞാൻ മൈലേജ് ഇടാം. ഓക്കെ, സോ ക്രൂസിങ്ങിന് ഒരു കുഴപ്പമില്ല. വണ്ടി ഭയങ്കര സ്റ്റേബിളാണ്. ഈ ഒരു ഫ്രെയിമും ഈ ഒരു സ്റ്റാൻസ് ഉള്ള കാരണം വണ്ടി 115 കൊണ്ടുപോയിട്ടും വണ്ടി ക്രോസ് വിൻഡ് ഉണ്ടായിട്ടും വണ്ടി ഭയങ്കര സ്റ്റേബിളായിരുന്നു. ആസ് എ റൈഡർ ഞാനാണ് തെറിച്ച് പോകാൻ നോക്കണം, പക്ഷെ വണ്ടി അപ്പോഴും സ്റ്റേബിളാണ്. സോ ഹൈ സ്പീഡുള്ളവർക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഓടിക്കരുത്. പക്ഷെ വണ്ടി ഭയങ്കര കോൺഫിഡൻ്റ് ആണ് ആ സ്പീഡിൽ. അതാണ് ഞാൻ പറയാൻ വന്ന പോയിൻ്റ്. സോ അതാണ് ഹാൻഡ്ലിങ്. പിന്നെ അറിയാലോ, 2025 ABS ഇല്ലാണ്ട് റോഡിലോട്ട് ഇറങ്ങരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം ഒന്നാമത് കേരള റോഡ്സാണ്, ഇന്ത്യൻ റോഡ്സാണ്. ഓക്കെ, രണ്ടാമത് കുറേ കണ്ണുപൊട്ടന്മാരായിട്ട് അഭിനയിക്കുന്ന കുറേ ഫുണ്ടകൾ റോഡിൽ ഇറങ്ങുന്നുണ്ട്, വണ്ടികളും കാറുകളൊക്കെ എടുത്തിട്ട്. അവർക്കൊക്കെ ABS ഉണ്ടോ ഇല്ല അത് പോട്ടെ. പക്ഷേ ഈ ഫുണ്ടുകളിൽ നിന്ന് രക്ഷപ്പെടുമെങ്കിൽ നമുക്ക് ABS വരാം. ABS വേണം, അറ്റ്ലീസ്റ്റ് സ്റ്റോപ്പിംഗ് പവർ വേണം. ഞാൻ പറഞ്ഞിട്ട് ഈ ബ്രേക്സ് തന്നെ എത്ര പ്രാവശ്യം രക്ഷിച്ചു എന്നറിയാം. ഞാനിത് November 1, 2025 എടുത്തിട്ടാണ്. ആ എടുത്ത ദിവസം തൊട്ട് ഇന്ന് തൊട്ട് 2 മാസം ആവാൻ പോണ്. കൗണ്ട്ലെസ് നമ്പർ ഓഫ് ടൈംസ് എന്തോരം ക്ലോസ് കോൾസ് ഉണ്ടായിരുന്നു അറിയാമോ. ഈ ബ്രേക്ക് കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത്. കാരണം കുറേ ഹൈവേയിൽ ട്രക്ക് ഡ്രൈവേഴ്സും കാറുള്ളവരും ഇൻഡിക്കേറ്റർ ഒരു കോപ്പും ഇല്ലാണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ABS ഉണ്ടാകുന്നത് മസ്റ്റാണ്, പ്രത്യേകിച്ച് ഗിയറിൽ. ABS നിങ്ങളുടെ സ്കിൽ സെറ്റ്, ABS ഉണ്ടെങ്കിൽ ബ്രേക്കിങ്ങിൽ നിങ്ങൾ സ്കിൽ സെറ്റ് എടുക്കാൻ കുറച്ച് സമയം എടുക്കും. ബട്ട് സ്റ്റിൽ
ABS ഇല്ലാണ്ട് ഈ 2025 ഇയറിൽ തൊട്ട് പുറത്തേക്ക് ഇറങ്ങേണ്ടതാണ് എൻ്റെ അഭിപ്രായം. കാരണം കുറേ ഫുണ്ടുകളുണ്ട് ഗൈസ്. ഫുണ്ടുകളിൽ നിന്ന് നമുക്ക് ആക്സിഡൻറ്റ് കൊള്ളണേക്കാളും ഭേദമാണ് ഒരു ABS യൂണിറ്റുള്ള വണ്ടി വാങ്ങാം. വീട്ടുകാർ പോലും എൻ്റെ അടുത്ത് ABS വണ്ടി എടുക്കണമെന്ന് പറഞ്ഞ പ്രൈസ് കാരണം. ബട്ട് ഞാൻ സ്റ്റിൽ കോംപ്രമൈസ് ചെയ്ത് എടുത്തു. സോ അതിൻ്റെ ഗുണം കണ്ടു. 2 മാസത്തിൽ തന്നെ ഇത്ര ക്ലോസ് എൻകൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. ഈ ബ്രേക്ക് കാരണമാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അത് ബാക്ക് ആയിക്കോട്ടെ ഫ്രണ്ട് ആയിക്കോട്ടെ ഭയങ്കര ബൈറ്റാണ്. പ്രത്യേകിച്ച് ഈ ടയേഴ്സും ഈ ഫ്രെയിമുള്ള കാരണം ആ ബൈറ്റ് നമ്മൾ നല്ല ഫീഡ്ബാക്കും നമ്മൾ അറിയും പെട്ടെന്ന്. സോ ബ്രേക്സ് അഗ്രസീവായിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ പോണ സ്പീഡിൽ 2 പേരിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 90-100 ക്രൂസ് ചെയ്യുന്ന സമയത്ത് ഒരു 3-4 സെക്കൻഡ് ആകുമ്പോഴേക്കും വണ്ടി നിൽക്കും. ഇനി അഗ്രസീവ് ബ്രേക്കിംഗ് ചെയ്താലും ഇത് ഹാഫ് പിടിച്ചിട്ട് ബാക്ക് സൈഡിലത്തെ ഒരു ബാക്ക് ബ്രേക്കായിട്ടൊരു കോംബോ ചെയ്താൽ മതി. അതായത് ഇത് 60%, അത് 40%. ആ ഒരു ബ്രേക്കിംഗ് കൊടുക്കുകയാണെങ്കിൽ വണ്ടി അത്യാവശ്യം നല്ല ടയറായ കാരണം പെട്ടെന്ന് നിന്നോളും. സോ ഈ ഒരു പോയിൻ്റ് ഒരു വണ്ടിക്കും ഇല്ല കേട്ടോ 160cc. ഈ വണ്ടിക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രൈസ് റേഞ്ചിൻ്റെ ഡുവൽ ചാനൽ ABSും ഈ ബ്രേക്കിങ്ങിൻ്റെ ക്വാളിറ്റിയും. സോ അതൊക്കെയാണ് ഈ വണ്ടിയുടെ സംഭവങ്ങൾ. ഈ സസ്പെൻഷൻ സ്റ്റിഫായ കാരണം ബ്രേക്കിംഗ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. സ്പോഞ്ചി സസ്പെൻഷൻ ആണെങ്കിൽ ബ്രേക്കിംഗ് പെർഫോമൻസ് ഒക്കെ ഭയങ്കര എഫക്റ്റാവും. അത് റൈഡറിനും എഫക്റ്റ് ചെയ്യും സ്റ്റോപ്പ് ചെയ്യുമ്പോൾ. സോ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ എക്സ്പീരിയൻസ്. ഇനി TVSൻ്റെ സർവീസ്, അത് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ TVSൻ്റെ സർവീസ് നാട്ടിലൊക്കെ ഭയങ്കര മോശം അഭിപ്രായമാണ്. ഇത് TVSൻ്റെ കുറ്റമല്ല, ഞാനിപ്പോൾ തന്നെ പറയാം. TVSൻ്റെ കുറേ ഔട്ട്ലെറ്റ്സിൽ കുറച്ച് പേർക്ക് എങ്ങനെയാണ് ഡെലിവറി കൊടുക്കേണ്ടതെന്ന് അറിയാം. എൻ്റെ ഫസ്റ്റ് ബൈക്കാണിത്. പക്ഷേ എൻ്റെ ഫസ്റ്റ് ഡെലിവറി എക്സ്പീരിയൻസ് ഭയങ്കര മോശമായിരുന്നു. വണ്ടി ക്ലീൻ ആയിരുന്നില്ല. ഒന്നാമത് വണ്ടിയിൽ കുറേ പാർട്സ് ഫിറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ഈ സീറ്റിൻ്റെതായ ടൂൾ ബോക്സും ഫസ്റ്റ് എയ്ഡ് ഒന്നുമില്ല. ഇതൊക്കെ ഞാൻ ഈ വണ്ടി വാങ്ങിച്ചത് ചാലക്കുടിയിൽ നിന്നാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ തെറ്റ്. ഞാൻ ഫസ്റ്റ് ടൈം റൈഡ് കാരണം ഞാൻ വീടിൻ്റെ അടുത്തുള്ള ഷോറൂം പ്രിഫർ ചെയ്തു. അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അത്ര ദൂരം വണ്ടി ഓടിച്ച് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വീട്ടിലോട്ട് ഏകദേശം 35 കിലോമീറ്റർ ഉണ്ട്. സോ അതിന് പകരം ഞാൻ വീട്ടിലൊരു 7 കിലോമീറ്റർ ദൂരമുള്ള ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. പക്ഷേ അവർ ഭയങ്കര മോശമായിട്ടാണ് വണ്ടി നമ്പർ പ്ലേറ്റ് വെക്കുന്നതായിക്കോട്ടെ ഭയങ്കര മോശമാണ്. ഒരിക്കലും ഒരാളുടെ ഫസ്റ്റ് ബൈക്ക് എക്സ്പീരിയൻസ് അതായിരിക്കും. ഞാൻ പക്ഷേ ദേഷ്യമൊന്നും കാണിച്ചില്ല. കാരണം നമുക്ക് വണ്ടി എടുത്ത് ഷോറൂമിൽ നിന്ന് ഇറങ്ങണം, അതാണ് മെയിൻ പർപ്പസ്. അപ്പോൾ നമ്മൾ സീനൊന്നും ഉണ്ടാക്കാണ്ട് വണ്ടി കഴുകിച്ച് എല്ലാം കൊണ്ടുവന്നു. അത് ഒരു മര്യാദയ്ക്ക് കഴുകിയിട്ടില്ല. കുറച്ച് സ്ക്രാച്ചസൊക്കെ അവർ വരുത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മളത് സീനാക്കിയിട്ടില്ല. നമ്മൾ നേരെ മെയിൽ അയച്ചു കസ്റ്റമർ സപ്പോർട്ടിന്. അങ്ങനെയാണ് നമ്മൾ എസ്കലേറ്റ് ചെയ്തത്. അതിന് അപ്ഡേറ്റൊക്കെ അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തന്ന റിവ്യൂ കസ്റ്റമർ അവരെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവരത് നമ്മളുടെ മെയിൻ ബ്രാഞ്ച്, അതായത് മുംബൈ അല്ലെങ്കിൽ ഡൽഹി ആണെങ്കിലും അവിടെ നിന്നൊരു കോൾ വരും. സോ ഞാനിത് ഫസ്റ്റ് സർവീസ് ചെയ്തത് മാനുവൽ കൊടുത്തിട്ടുണ്ട്. 500 to 750 കിലോമീറ്ററിൻ്റെ അടുത്ത് സർവീസ് ചെയ്യണം ഫസ്റ്റ് സർവീസ്. വണ്ടി നിങ്ങൾക്ക് കുറച്ചും കൂടി പുഷ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഞാനിതിനിപ്പോൾ 890 കിലോമീറ്റേഴ്സൊക്കെ ആയപ്പോഴാണ് ഫസ്റ്റ് സർവീസ് കൊണ്ടുപോയി കൊടുത്തത്. ഫസ്റ്റ് സർവീസിൻ്റെ കോസ്റ്റ് 1350 rupees സംതിങ് ആയിട്ടുണ്ട്. ഒന്നും മാറ്റിയിട്ടില്ല. എൻജിൻ ഓയിൽ മാറ്റി, പിന്നെ അവിടെ ഇവിടെയൊക്കെ ക്ലീനിങ് ചെയ്തു. പിന്നെ പ്രത്യേകിച്ച് എക്സ്ട്രാ സംഭവങ്ങളൊന്നും വണ്ടിയിൽ മാറ്റിയിട്ടില്ല. ഫസ്റ്റ് സർവീസ് അതാണ്. ഫസ്റ്റ് സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലച്ച് ഭയങ്കര സ്മൂത്തായി, കുറച്ചും കൂടി സ്മൂത്തായി ക്ലച്ച്. അതാണ് ഞാൻ നോട്ടീസ് ചെയ്തത്. ഇനി മൈലേജ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെയല്ലോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇപ്പോൾ എഡിറ്റിൽ വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇതൊക്കെയാണ് വണ്ടിയുടെ സർവീസിങ്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും TVSൻ്റെ വണ്ടികൾ ഔട്ട്ലെറ്റിൽ നിന്ന് എടുക്കരുത്. ഓരോ സ്റ്റേറ്റിലും കുറച്ച് മെയിൻ ഷോറൂംസ് ഉണ്ട്. നമ്മൾ തൃശ്ശൂർ ആയിക്കോട്ടെ, തൃശ്ശൂർ, പാലക്കാട് അങ്ങനത്തെ സ്ഥലത്ത് നമുക്ക് വണ്ടി എടുക്കുക. ഇച്ചിരി ദൂരമായാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഡെലിവറി എക്സ്പീരിയൻസ് ഗുഡായിരിക്കും. ചാലക്കുടി ഇങ്ങനെ ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ ഔട്ട്ലെറ്റിൽ പ്രീമിയം വെഹിക്കിൾസ് ഉണ്ടാവില്ല. ഈ TVSൻ്റെ സ്കൂട്ടറുകളും 110cc ക്ലാസ് വണ്ടികളുണ്ടാവുള്ളൂ. അങ്ങനത്തെ ഷോറൂമിൽ നിന്ന് ഒരിക്കലും വണ്ടി പോയി ബുക്ക് ചെയ്ത് കൊണ്ടുവരുത്. കാരണം അവരൊക്കെ സെയിൽസ്മാൻസാണ്, അവർക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല. സോ അവർ മോശമായിട്ട് കണ്ടീഷനിൽ വണ്ടി നിങ്ങൾക്ക് തരുള്ളൂ. സോ ഇതൊക്കെ ശ്രദ്ധിക്കുക. അവസാനം എനിക്ക് തൃശ്ശൂരിൽ പോയിട്ട് എല്ലാം ഓരോന്ന് വാങ്ങേണ്ടി വന്നു. ആ പ്രീമിയം കിറ്റ് പോലും വണ്ടിയുടെ കൂടെ വരുന്നത്. ടൂൾ ബോക്സിലാണെങ്കിൽ സ്ക്രൂ പോലും ഇല്ല. സോ അതൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ വണ്ടി എടുത്തതാണ്. ഇതൊക്കെ ഒരാഴ്ചയിൽ നമ്മൾ തൃശ്ശൂർ പോയിട്ട് ഓരോ സാധനങ്ങളും പ്രത്യേകിച്ചായിട്ട് എടുത്തതാണ്. സോ അതൊരു കസ്റ്റമറിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും ഔട്ട്ലെറ്റ്സിൽ നിന്ന് എടുക്കരുത്. മെയിൻ ഷോറൂം, അതായത് ഓരോ ഡിസ്ട്രിക്റ്റിലും ഒരു മെയിൻ ഷോറൂം ഉണ്ടാകും. അവിടെ പോയിട്ട് വണ്ടി എടുക്കുക.
അല്ലെങ്കിൽ നിങ്ങൾ തൃശ്ശൂർ അടുത്ത് തന്നെയാണോ അല്ലെങ്കിൽ പാലക്കാടിൻ്റെ ഒക്കെ അടുത്താണെങ്കിൽ അവിടെ പോയി എടുക്കുക. ഓക്കെ, ഇതാണ് സർവീസിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ ടയർ പ്രഷറൊക്കെ ആണെങ്കിൽ ഫ്രണ്ടിൽ 25 ബാക്കിൽ 28 PSI ആണ് ടയർ പ്രഷർ വരുന്നത്. ഓയിൽ വരുന്നത് 1.25 ലിറ്റർ ആണെന്ന് എൻ്റെ ഡൗട്ട്. യെസ്, 1.25 ലിറ്ററാണ് എൻജിൻ ഓയിൽ വരുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ നമുക്ക് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 12 liters ഗുഡാണ്. ഞാൻ എന്തായാലും ടൂറിങ്ങിന് കൊണ്ടുപോകും. സോ ഇറ്റ്സ് എ ഗുഡ്. ലൈക്ക് 160 12 ലിറ്ററൊക്കെ മതി, അതിൻ്റെ കൂടുതലൊന്നും ആവശ്യമില്ല. പിന്നെ ജെറി ക്യാൻസിൽ ക്യാരി ചെയ്യാമെന്നുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞോ, ചാലക്കുടിയിൽ എടുത്തപ്പോൾ ഫസ്റ്റ് വാഷ് കഴിഞ്ഞിട്ടുണ്ടായ സാധനം ഇത് വണ്ടി തുടക്കുന്ന സമയത്ത്. ഇതൊക്കെയാണ് ഞാൻ പറയണത്. അപ്പോൾ സോ ഇതിന് ഭയങ്കരമായിട്ട് കൊണ്ടു, പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. എന്താ ചെയ്യുക, നമുക്ക് വേറെ സീൻ ഉണ്ടാക്കാൻ താല്പര്യമില്ല. സോ നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാണ്. സോ ഇതൊക്കെയാണ് ടി വി എസിൻ്റെ സർവീസ്. സോ മെയിൻ ഷോറൂംസ് എടുക്കാൻ നോക്കുക. മാക്സിമം സർവീസ് ചെയ്യുന്ന ആൾക്കാരായിട്ട് നല്ല റിലേഷൻ കീപ്പ് ചെയ്യാൻ നോക്കുക. സോ അവർ ഹെൽപ്പ് ചെയ്യും കുറച്ചും കൂടി ബെറ്ററായിട്ട് സർവീസ് ചെയ്ത് വണ്ടി പെട്ടെന്ന് കിട്ടാൻ. എനിക്ക് ഫസ്റ്റ് സർവീസ് ഭയങ്കര ഡിലേ ആയിരുന്നു. കാരണം കുറേ വണ്ടികളുണ്ടായിരുന്നു. അത് അവരുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ വണ്ടികൾ സർവീസ് ചെയ്യാനുണ്ടായിരുന്നു. രാവിലെ ഒരു 10 മണിക്ക് കൊടുത്തിട്ട് വൈകുന്നേരം ഒരു 4 മണിക്കാണ് കിട്ടണ വണ്ടി. പറഞ്ഞിട്ട് കാര്യമില്ല, തിരക്കുള്ള ദിവസമായിരുന്നു. സോ അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. സോ ഇതൊക്കെയാണ് സർവീസും ഇതും കാര്യങ്ങളും. നോക്കി വണ്ടി വാങ്ങുക. മര്യാദയ്ക്കുള്ള മെയിൻ ഷോറൂമിൽ പോയിട്ട് തന്നെ വണ്ടി വാങ്ങുക, ഔട്ട്ലെറ്റ്സിൽ നിന്ന് വാങ്ങരുത്. പിന്നെ ഞാൻ ഒരു കാര്യം വിട്ടു പോയാൽ പറയുന്നത് വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റിയാണ് കേട്ടോ. ബിൽഡ് ക്വാളിറ്റിയും വണ്ടിയുടെ ഒരു ആ നേച്ചർ ഉണ്ടല്ലോ ബിൽഡിൽ, അതെങ്ങനെയാണ്. ബിൽഡ് ക്വാളിറ്റി ഞാൻ 10 out of 10 കൊടുക്കുകയാണ്. എനിക്ക് ഒരു പ്രശ്നം ഇതുവരെ പറ്റിയിട്ടില്ല. ഗ്രാബ് റെയിലിൻ്റെ സ്ട്രെങ്ത് ആണെങ്കിലും, സ്ട്രെങ്ത് ഹാൻഡിൽ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ആണെങ്കിലും, പില്ലിയൻ ഡ്രൈവറിൻ്റെ വെയിറ്റ് എടുത്തിട്ടും വണ്ടി പുള്ള് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ചെയ്യാനും അതിനൊരു കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഈ ടാങ്ക് എല്ലാം 160cc ടാങ്ക് ഇങ്ങനെ ഇളകും കേട്ടോ. ഒരുമാതിരി ഒരു ഇളക്കുണ്ടാകും. പക്ഷേ ഈ വണ്ടിക്ക് അങ്ങനെ ഇല്ല. ഈ വണ്ടിക്ക് മാത്രമേ അങ്ങനെ ഇല്ലാത്തുള്ളൂ. ബാക്കിയുള്ള ഏത് എക്സ്ട്രീം എടുത്താലും, ഹീറോ 160 എക്സ്ട്രീം എടുത്താലും, നമ്മളെ ഏത് 160 എടുത്താലും ആ ക്ലാസ്സിൽ, ഹോണ്ട ആയിക്കോട്ടെ ഏതെടുത്താലും ടാങ്കിനൊരു കുലുക്കുണ്ടാവും. അത് ബിൽഡ് ക്വാളിറ്റി പൊട്ടയാണ്, അതുകൊണ്ടാണ് ആ കുലുക്കണത്. ഇതിപ്പോൾ അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡ് വ്യൂ മിറേഴ്സ്, ഈ സെക്ഷനിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സൈഡ് വ്യൂ മിറേഴ്സാണ്. അടിപൊളി വ്യൂ ആണ്. ഒന്നും ചെയ്യേണ്ട, കറക്റ്റ് പൊസിഷൻ ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണ് തല പോലും തിരിക്കേണ്ട. ചില സൈഡ് വ്യൂ മിറേഴ്സൊക്കെ നമുക്ക് ഈ എൽബോ ഒക്കെ ബ്ലോക്ക് ആവും. നമ്മൾ ഈ ലെഫ്റ്റും റൈറ്റൊക്കെ നോക്കുമ്പോൾ ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോൾ ഇങ്ങനെ എൽബോ ഒക്കെ കണ്ടു തുടങ്ങും. എൽബോ ഒക്കെ കണ്ടു വന്നിട്ട് നമ്മുടെ വ്യൂ ബ്ലോക്ക് ആവും. ഈ കേസിൽ ആ പ്രശ്നമില്ല. ഓൾദോ ഇച്ചിരി വൈഡാണ്. സോ അങ്ങനെ ഹെൽപ്പ് ചെയ്യും നമ്മളെ ഈ ബാക്കിലത്തെ വ്യൂ ഒക്കെ കിട്ടുകയാണ്. കുറേ പ്രാവശ്യം ഈ സൈഡ് വ്യൂ മിറേഴ്സ് ഇല്ലാണ്ട് ഓടിക്കരുത്. നിങ്ങളെല്ലാവരും സൈഡ് വ്യൂ മിറേഴ്സ് വെക്കുന്നത് ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഇതൊരു സേഫ്റ്റി ഫീച്ചറാണ്. ഇത് ഉപയോഗിക്കൂ. എപ്പോഴെങ്കിലുമൊക്കെ കറക്റ്റ് സമയത്ത് ആവശ്യം വരും. അപ്പോഴാണ് ഇതിൻ്റെ വില. പിന്നെ ഈ സൈഡ് മിററിന് ഒരു കാർബൺ ഫിനിഷ് ഉണ്ട് ബാക്കിൽ. നല്ല രസമാണ്, അത്യാവശ്യം നല്ലൊരു ഫീലുണ്ട്. ഇവിടെയും സെയിം അങ്ങനെയാണ്, കാർബൺ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആക്സിലറേറ്ററിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും നല്ല നൈസാണ്, ഒരു കുഴപ്പമില്ല. ഫിറ്റ് ആൻഡ് ഫിനിഷൊക്കെ അടിപൊളിയാണ് വണ്ടിയുടെ. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടല്ലോ, വണ്ടി ഒരു നല്ലോണം ആക്സിലറേറ്റ് ചെയ്യാനും ഡീസലറേറ്റ് ചെയ്യുമ്പോൾ വണ്ടിയുടെ എക്സോസ്റ്റിൽ നിന്ന് ഒരു അടിപൊളി ശബ്ദം ഉണ്ടാവും. നിങ്ങൾ ഹെൽമെറ്റൊക്കെ വെച്ച് പോകുമ്പോൾ നല്ല രസമൊക്കെ കേൾക്കാൻ. എന്ത് സാറ്റിസ്ഫൈങ് അറിയാമോ. നിങ്ങൾക്ക് ഒരു 160cc ഈ സംഭവം കിട്ടില്ല കേട്ടോ. സോ 160cc ഒരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അപ്പാച്ചി 200 അവർക്കും സജസ്റ്റ് ചെയ്യില്ല. അത് വാല്യൂ ഫോർ മണി അല്ല. അത് ഏകദേശം സെയിം പെർഫോമൻസ് ഒക്കെയാണ്. ലുക്സും ഏകദേശം സെയിം ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. സീറ്റിൽ മാത്രം പ്രത്യേകിച്ച് വിഷയമുള്ളൂ. പിന്നെ 200cc ആണ്, അപ്പോൾ അതിനനുസരിച്ച് പവറൊക്കെ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ 160 ആണ് സ്റ്റിൽ ബെറ്റർ. മൈലേജ് ബെറ്റർ ആയിരിക്കും 200-നേക്കാളും. സോ 160cc ഏതെങ്കിലും വണ്ടി തപ്പണുണ്ടെങ്കിൽ ഞാൻ ഈ വണ്ടി സജസ്റ്റ് ചെയ്യും. കണ്ണടച്ച് വാങ്ങിച്ചോ, മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അടിപൊളിയായിട്ട് വണ്ടി കുറേ നാൾ നിൽക്കും. പ്രത്യേകിച്ച് ചെയിൻ്റെ ലോങ്ങറ്റിവിറ്റി ആണെങ്കിലും എല്ലാ കാര്യങ്ങളും, ടയറിൻ്റെ സ്പോക്സ് ആണെങ്കിലും, സ്പോക്സ് അല്ല, ഐ മീൻ റിം ആണെങ്കിലും, ഡിസ്ക് ബ്രേക്സിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും എല്ലാം പ്രീമിയം സെഗ്മെൻറ്റിലാണ് വരുന്നത് 160cc ആണെങ്കിലും. സോ പ്രത്യേകിച്ച് ഇപ്പോൾ ഓഫേഴ്സൊക്കെ വരുന്നുണ്ട്. ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് ഓഫേഴ്സ് വരുന്നുണ്ട്. സോ വണ്ടി കിട്ടുമ്പോൾ നല്ല പ്രൈസിന് വാങ്ങാം. സോ അതൊക്കെയാണ് ഈ വണ്ടിയിൽ എനിക്ക് പറയാനുള്ളത്. ടോട്ടലി എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ 2000 കിലോമീറ്റർ ഓടിയ വണ്ടി ഇപ്പോഴും ഗുഡ് കണ്ടീഷനാണ്. വിയേർഡ് സൗണ്ട്സ് ഒന്നുമില്ല എവിടെ നിന്നും. ലുക്സ് അടിപൊളിയാണ്, ലൈറ്റിങ് അടിപൊളിയാണ്, എൻജിൻ ഭയങ്കര ഓപ്റ്റിമൈസ്ഡ് ആണ്, ബ്രേക്സ് അടിപൊളിയാണ്, ഗിയർ ബോക്സ് സ്മൂത്താണ്, 12 liters
ഫ്യൂൽ ടാങ്ക് ഉണ്ട്, അത്യാവശ്യം ഗുഡ് മൈലേജ് ഉണ്ട്, 3 റൈഡിങ് മോഡ്സ് ഉണ്ട്. സോ ഇതൊക്കെ ഒരു ടോട്ടൽ പാക്കേജാണ്. ഈ പ്രൈസ് റേഞ്ചിൽ ഈ വണ്ടീനെ വെട്ടിക്കാൻ വേറെ വണ്ടി ഇല്ല 160cc. അത്ര എനിക്ക് പറയാനുള്ളൂ. സോ ഫസ്റ്റ് ബൈക്ക് ഒരു സ്പോർട്ടി നേക്കഡ് കമ്മ്യൂട്ടർ ബൈക്ക് വേണമെങ്കിൽ ഐ സജസ്റ്റ് അപ്പാച്ചി 164V സ്ട്രോങ്ലി ഗോ ഫോർ ഇറ്റ്. ഇനി അതല്ല സസ്പെൻഷനാണ് പ്രശ്നമാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി കാശ് കൊടുത്തിട്ട് RTX 300 വാങ്ങും. വയറ് വേർത്തിട്ടാണ്. ഓൾറൗണ്ടർ ബൈക്കാണത്. ടൂറിങ്ങിന് മേലെ അടിപൊളിയാണ്. നല്ല സീറ്റിംഗ് സ്റ്റാൻഡ്സും അത്യാവശ്യം ഇതിനേക്കാളും കുറച്ചും കൂടി വലിയ പില്യൻ സീറ്റൊക്കെ ഉള്ള വണ്ടിയാണ്. ടയേഴ്സും വലുതാണ്. ഒബിയസ്ലി സസ്പെൻഷനും ബെറ്ററാണ്. TFT ഡിസ്പ്ലേയും കുറച്ചും കൂടി എന്താ പറയുക, ഒരു വൈഡ് ഫീലിംഗ്. സെയിം ഡിസ്പ്ലേ ആണ് അവിടെയും വരുന്നത്, പക്ഷേ അതിൽ കുറച്ചും കൂടി ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഇതിനേക്കാളും വളരെ ബിഗ് ബൈക്കാണ്. അതൊരു നമ്മളുടെ ടൈഗർ പോലൊക്കെ ഇരിക്കും. ഈ നമ്മളെ ബിഗ് ബൈക്ക് ഫീൽ 700cc ബൈക്ക് ബിൽഡാണ് നമ്മളുടെ RTX 300 ഉള്ളത്. സോ കാശ് ഉണ്ടെങ്കിൽ അത് സംതിങ് 2,56,000 ആണ് മാക്സിമം പോവുക ഓൺ റോഡ് കേരളത്തിൽ കറൻ്റ്ലി. സോ അത് അങ്ങനെ കോംപ്രമൈസ് ചെയ്ത് ക്യാഷ് കുറച്ചും കൂടി കൂടുതൽ കൊടുത്ത് വാങ്ങണമെങ്കിൽ ആ വണ്ടി നിങ്ങൾക്ക് നോക്കാം. RTX 300 നല്ല ഓപ്ഷൻ. സോ ഇതാണ് എൻ്റെ റിവ്യൂയുടെ സമ്മറി. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കൂ, ഞാൻ റിപ്ലൈ തരാം. ഇപ്പോൾ 2000 കിലോമീറ്റർ ഓടിച്ച് തരണം മിക്കവാറും എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാം. സോ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിലിടൂ. സോ അത്രയുള്ള ഒരു ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഇനിയും നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ക്യാമറ എക്യുപ്മെൻറ്റൊക്കെ വാങ്ങിച്ചിട്ട് വ്ളോഗ്സ് ചെയ്യണം. സോ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ എന്താണ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു ചാനലത്തെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ അതും പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഉണ്ട് ചെയ്യാൻ പോണ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ റൈഡ് സേഫ്, be healthy and stay always a biker guy. See you next time.